ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഓഫീസ് വേൾഡ്. അപ്പോൾ സൺഡേ ഫുഡ് അടിക്കാന്നുള്ള പ്ലാനിൽ ഇങ്ങനെ ഇറങ്ങിയതാണ്. അപ്പോഴാണ് നമ്മളിങ്ങനെ യൂട്യൂബും ഇൻസ്റ്റാഗ്രാം ഒക്കെ നോക്കിയപ്പോൾ പാലക്കാട് കൊടുവായൂർ പെട്ടുപിഴയുടെ അടുത്ത് ഒരു ഷാപ്പ്, കാർഗിൽ എന്നാണ് പേര്. അപ്പോൾ ഇവിടെ ഫാമിലിയൊക്കെ ആയിട്ട് വന്നിട്ട് ഫുഡ് കഴിക്കാനും ഉള്ള സെറ്റപ്പൊക്കെ ഉണ്ടെന്നാണ് ഞാൻ കേട്ടറിഞ്ഞതും കണ്ടറിഞ്ഞതും. അതുകൊണ്ട് തന്നെ ഞങ്ങളൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ സ്ഥലത്തെത്തി. അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട്. പോയി ഉള്ളിൽ പോയി നോക്കിയിട്ട് എങ്ങനെയുണ്ട് ഫുഡ്, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്, ആംബിയൻസ് ഒക്കെ കാണിച്ചു തരാം. മഴയാണ് ഗൈസ്. അവിടെ ഉള്ളിൽ തിരക്കുണ്ട്, കാരണം വെളിയിലൊക്കെ നിറയെ കാറുകളൊക്കെ നിൽക്കുന്നുണ്ട്. നല്ല തിരക്കുണ്ടെന്നാണ് തോന്നുന്നത്. എന്നാലും ഞങ്ങൾ എവിടെയെങ്കിലും ഒരു സ്പോട്ടൊക്കെ ഇട്ട് ഉള്ളിൽ നോക്കട്ടെ. അങ്ങനെ കിട്ടിയില്ലെങ്കിൽ ഈ മഴയൊക്കെ നിന്നിട്ട് ഔട്ട്ഡോറിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ സെറ്റപ്പ് നോക്കണം. അപ്പം എന്തായാലും നല്ല തിരക്കാണ്. ഞാൻ കാണിച്ചു തരാം ഷാപ്പും ഇവിടുത്തെ അന്തരീക്ഷമൊക്കെ. ഇവിടെ ഇങ്ങനെ ഓപ്പൺ ആയിട്ടൊക്കെ ഇരിക്കാനുള്ള സ്പേസ് ഉണ്ട്, പക്ഷെ മഴയുള്ളത് കാരണം ഇന്ന് അതൊന്നും നടക്കില്ല. നമ്മൾക്ക് അവരൊരു ഫാമിലി റൂം പോലെ ഒരു സംഭവം സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്, കൂടെ പെൺകുട്ടിയുള്ളതുകൊണ്ട്. ഗൈസ്, അപ്പോൾ ഇതാണ് അവർ നമുക്ക് ഒതുക്കി തന്നിരിക്കുന്ന സ്ഥലം. ഇത് സെപ്പറേറ്റ് ആയിട്ടൊരു റൂമാണ്. അപ്പോൾ ഇതിപ്പോൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കി ഫുഡും കാര്യങ്ങളൊക്കെ അവർ കൊണ്ടുവരും. ഞങ്ങളോട് വന്നിട്ട് ഓർഡർ ചെയ്ത ഫുഡ് വന്നിട്ട് പൊറോട്ടയും നൂലപ്പവും, അതിൻ്റെ കൂടെ ഞണ്ട്, പോർക്ക്, ബീഫ്, കാട ഫ്രൈ, ഇതൊക്കെയാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഒരു 3 ഐറ്റം വന്നിട്ടുണ്ട്. ഞണ്ട് വന്നിട്ടുണ്ട്, പോർക്ക് വന്നിട്ടുണ്ട്, ബീഫ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കഴിച്ച് നോക്കിയിട്ട് ഞങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം. അങ്ങനെയുണ്ട് ബീഫും നൂൽപുട്ടും. നന്നായിട്ടില്ലേ? പന്നി, പോർക്ക് ബെസ്റ്റ്. ഇവിടെ വരികയാണെങ്കിൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്യാൻ ആവശ്യമാണ് പോർക്ക്. നല്ല സോഫ്റ്റ് സാധനം, സൂപ്പറായിട്ട് കഴിക്കാൻ. അതുപോലെ നല്ല എരിവിട്ട് വെച്ചിട്ടുണ്ട്. ബീഫിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പച്ച കുരുമുളക് അരച്ച് ചേർത്തിട്ടാണ് അവർ ബീഫ് ഉണ്ടാക്കിയിരുന്നത്. അതും നല്ല സൂപ്പറായിട്ട് കഴിക്കാൻ. വെള്ളമൊക്കെ കുടിക്കുന്നവരാണെങ്കിൽ പിന്നെ അവർക്കൊക്കെ ഇത് എത്ര മച്ചാലും പോകും. അതുപോലെ ഞണ്ടിൻ്റെ മസാല, ഇതിൻ്റെ മസാലയും ഒരു രക്ഷയില്ല. ഫുഡെല്ലാം നന്നായിട്ടുണ്ട്. പക്ഷേ ഓരോ ദിവസത്തെ ഫുഡ് ഓരോ ദിവസത്തെ ടേസ്റ്റ് ആയിരിക്കും എന്ന് പറയുന്നത്. ഇന്നെന്തായാലും ഫുഡെല്ലാം കിടിലൻ സാധനം. ഈ പറഞ്ഞ ഐറ്റങ്ങളൊക്കെ മസ്റ്റ് ട്രൈ ചെയ്യണം. അന്ന് ഇവിടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മൾ പിന്നെ ഓർഡർ ചെയ്ത മുയലാണ്. അങ്ങനെയുണ്ട്, അടിപൊളിയാണ്. നല്ല എരിവും പക്കായിട്ട്. അപ്പം നമ്മൾ ഇത്ര നേരം കഴിച്ച ഫുഡൊക്കെ പൊളിയല്ലോ, ഇല്ല നല്ല ഫുഡല്ലേ? പക്ഷേ കഴിച്ചതിൽ ഏറ്റവും ബെസ്റ്റ് ഈ മാന്തളാണ്. അത് രഞ്ജുവിന് ഇഷ്ടപ്പെട്ടത് കേട്ടോ. എനിക്കിതിൽ പോർക്കാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം. ബില്ലയ്ക്ക് അതറ രണ്ടും. നിനക്ക് ഓയിലും ബീഫും. കാർഗിൽ നല്ലായിരുന്നു. കുറച്ച് നേരത്തെ വരും, ഒരു 12:30-1 മണിക്കുള്ളിലൊക്കെ എല്ലാവരും എത്തും. ഒത്തിരി വൈകി വരുന്ന സമയത്ത് സാധനങ്ങൾ നമുക്ക് വരുമ്പോൾ കാട കിട്ടിയില്ല, ഇടിയാപ്പം തീർന്നു. ടേസ്റ്റ് വൈസ് ഗുഡ്. കുറച്ച് എല്ലാവരും നേരത്തെ വരിക. എല്ലാ ഫുഡും എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ കുറച്ച് നേരത്തെ വരിക. കഴിച്ച എല്ലാ ഫുഡും വൃത്തിയായിരുന്നു. നല്ല ഭംഗിയായിട്ട് എല്ലാം വെച്ച് വിളമ്പി അവർ. അത്ര പ്രശ്നമൊന്നും പറയാനില്ല. അല്ലേ? കഴിച്ചതിൽ നമ്മുടെ നാട്ടിലെ ഷാപ്പിൽ ബെറ്റർ ഫുഡ്, അതെ ബെസ്റ്റ് ഫുഡ്. ബെസ്റ്റ് ഫുഡൊന്നുമല്ല, നല്ല എരിവ് ഇട്ടിട്ടുണ്ട്. എല്ലാത്തിനും നല്ല രീതിക്ക് എരിവ് ഇട്ടിട്ടുണ്ട്. ആ ഒരു സീനുണ്ട്. പക്ഷേ നൈസായിട്ടുണ്ട്. മറ്റേ എന്താണ് ഞണ്ടും മുയലൊക്കെ സെറ്റപ്പ് സാധനം, ഒന്നും പറയാനില്ല. അടിപൊളി. ഓൺ എ സ്പെഷ്യൽ നോട്ട്, ഫുഡ് 2 മിനിറ്റിനുള്ളിൽ ഒരു കൊണ്ടുവരുന്നുണ്ടായിരുന്നു. അതെ, 2 മിനിറ്റിനുള്ളിൽ തരുന്നുണ്ടായിരുന്നു. പിന്നെ ഈ ഔട്ട്ഡോർ വേണമെങ്കിൽ മഴയില്ലാത്ത സമയത്ത് അതെ, നമുക്ക് അതൊന്നും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല. ആക്ച്വലി
നല്ല മഴയായിരുന്നു, അതുകൊണ്ട് പുറത്തൊന്നും പോകാൻ പറ്റില്ല. ഔട്ട്ഡോർ സർവീസ് ഒക്കെ ഉണ്ട്. അതെ, നല്ലായിരുന്നു മൊത്തത്തിൽ. അപ്പോൾ ഗൈസ് അത്രയ്ക്കുള്ളൂ കാർഗിൽ ഷാപ്പിലെ വിശേഷങ്ങൾ. പാലക്കാട് എന്താ പറയുക, ഷാപ്പ് പൊതുവേ ഇങ്ങനെ വന്നിട്ട് നല്ല ഫുഡ് കിട്ടുന്ന ഷാപ്പുകൾ കുറവാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ പാലക്കാട് ഉള്ളതിൽ ഒരു നല്ലൊരു ഷാപ്പ് തന്നെയാണ് കാർഗിൽ ഷാപ്പ്. വന്ന് ഫാമിലിയോടെ വന്നാൽ അവരവിടെ ഫാമിലി റൂം അറേഞ്ച് ചെയ്ത് തരും, നല്ലപോലെ ഫുഡ് കഴിക്കാം, സൂപ്പറായിട്ട് എൻജോയ് ചെയ്തിട്ട് പോകാം. മെയിനായിട്ട് മഴയില്ലാത്ത സമയത്ത് വരാൻ നോക്കുക. സൺഡേ നല്ല തിരക്കുണ്ടാവും. സോ നേരത്തെ വരിക, നേരത്തെ വന്നിട്ട് എല്ലാവരും ഫുഡ് കഴിച്ച് എൻജോയ് ചെയ്യാം. മഴയില്ലാതെ വന്നാൽ ഔട്ട്ഡോർ അവർ സെർവ് ചെയ്ത് തരും. ഔട്ട്ഡോറിൽ ടേബിളൊക്കെ സെറ്റ് ചെയ്ത് അവർ ഫുഡൊക്കെ സെർവ് ചെയ്ത് തരും. സൂപ്പറായിരിക്കും. അപ്പോൾ എല്ലാവരും വന്ന് കഴിച്ച് എൻജോയ് ചെയ്യുക. ഹാപ്പി സൺഡേ ഫോർ എവരി വൺ. അത് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിക്കുകയാണ് ഗൈസ്. അടുത്തൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ പെട്ടെന്ന് വരുന്നതായിരിക്കും. അതുവരെയും ബൈ.